മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർഡ് റോഡ്, പൂങ്കുന്നം, തൃശൂർ. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി, തൃശൂർ, പാലക്കാട്, കൊച്ചി. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരളത്തിൽ എല്ലായിടത്തും. ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ ജ്വല്ലറി ആൻഡ് ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോ. ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ഹെർബർട്ട് കനാലിന്റെ കമാന്ത മുഖത്തിലാണ്. ഒരുപക്ഷെ എല്ലാ മഴക്കാലത്തിനും മുൻപായിട്ട് മാറ്റുലി നിത്യ സന്ദർശനമായിട്ട് ഇവിടെ വരാറുണ്ട്. കാരണം എത്രയോ വട്ടം നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് ചില കാര്യങ്ങളെല്ലാം നടത്തുന്നത്. സമാനമായി 2026 മഴയുടെ തുടക്കത്തിന്, മഴക്കാലത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒരേ വിഷയവുമായിട്ട് വരികയാണ്. ആ വിഷയം എന്താണെന്ന് ഞാനത് ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് മുന്നിലേക്ക് സഞ്ചരിപ്പിച്ചറിയാം. കണ്ടുവല്ലോ, ഇതാണ് ഹെർബർട്ട് കനാലിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പാത. വെള്ളം ഒഴുകി പോകുന്ന പാതയാണ് ഈ കാണുന്നത്. പക്ഷെ വെള്ളം ഒഴുകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം ഒഴുകി തുള്ളി പോലും ഒഴുകുന്നില്ല എന്ന് തന്നെ വേണം ഈ കുളവാഴകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ചണ്ടിയും ഈ കുളവാഴയും നീക്കേണ്ടത് ഈ ഒരു പ്രദേശത്തിന് ഏറ്റവും ആവശ്യമാണ്. കാരണം ഇതിൽ വെള്ളം ഇങ്ങനെ തട്ടി നിൽക്കുന്നത് കൊണ്ട്, സുഗമമായി മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകാത്തത് കൊണ്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുള്ള്, മനക്കുടി ഭാഗങ്ങളടക്കം നിരവധിയായ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറും. സ്വാഭാവികമായിട്ട് ചില ഭവനങ്ങളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നിരന്തരം ഇങ്ങനെ എല്ലാ വർഷവും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ കുളവാഴയും ചണ്ടിയും എത്ര വേഗം നീക്കം ചെയ്ത് ഇതിന്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണൊക്കെ നീക്കം ചെയ്യണമെന്നും കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ എല്ലാ പ്രാവശ്യവും അല്പമൊക്കെ ഒന്ന് ചെയ്യും, പിന്നെ അതവിടെ നിൽക്കും. ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി എത്തിയിരിക്കുകയാണ്. ഇത് ഒരു വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയതാണ്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് അതെ എങ്ങും എത്താതെ നിൽക്കുകയാണ്. ഒരു ഷട്ടറാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ നിരവധിയായ പ്രതിസന്ധികളുടെ മുൻപിലാണ് ഈ പ്രദേശവാസികൾ. ഈ ഒരു വിഷയം ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കമാൻഡ മുഖം, നമുക്കറിയാം ഓരോ വർഷക്കാലത്തും ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും പിടിച്ചു പറ്റുന്ന ഒരിടമായിട്ട് കുറേ നാളുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ മാറ്റുലി തന്നെ ഒരു 3-4 പ്രാവശ്യം ഈ ഒരു വിഷയം അധികാരികളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമാനമായ വിഷയം എത്തിച്ചു. ആ സംഭവത്തിൽ അധികാരികൾ വരികയും ഇവിടുത്തെ ചണ്ടി നീക്കം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ഫലത്തിലേക്കൊന്നും ഇന്ന് വരെയും എത്തിയിട്ടില്ല. ഓരോ മഴക്കാലത്ത് ഇവിടെ ഓരോ അധികാരികളും നിങ്ങളടക്കമുള്ള ആളുകൾ നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഷട്ടറൊക്കെ, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു മഴക്കാലത്തിന്റെ തുടക്കത്തിലുള്ള അവസ്ഥ എന്താണ്? മഴക്കാലത്തെ തുടർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ആ ഷട്ടറിന്റെ പണി കഴിഞ്ഞ MLA ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപ പാസ്സാക്കിയിട്ട് തുടങ്ങിയ പണിയാണ്. അത് 4 കാല് പണിത് വെച്ചു. അതിന്റെ ഷട്ടറിന്റെ പണി എന്തോ പ്രശ്നമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചണ്ടി മൊത്തം ക്ലിയർ ചെയ്ത് തരണം. നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമ്മള് ജില്ലാ കളക്ടറെ കണ്ടിരുന്നു. അപ്പോ നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റും പോയിട്ടാണ് കണ്ടത്. അവരത് സംസാരിച്ച് JD കൊടുത്തു എന്നല്ലേ പറഞ്ഞത്, JD കൊടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനോട് മുന്നോടിയായിട്ട് ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല നിലവിൽ. അപ്പൊ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി കിട്ടണം, ആഴം കൂട്ടി കിട്ടണം, ആ ഷട്ടറിന്റെ പണി കഴിച്ചു കിട്ടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ ഈ ഒരു പ്രതിസന്ധി വരികുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്, ഒപ്പം തന്നെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുള്ള്, മനക്കൊടി, അങ്ങനെ എത്രയോ ജനങ്ങൾ വസിക്കുന്ന ഭാഗത്തൂടെയാണ് ഈ ഹെർബർട്ട് കനാൽ കടന്നു പോകുന്നത്. ഇതിന് പ്രധാനമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ചണ്ടികൾ ഇങ്ങനെ കാലങ്ങളായിട്ട് എല്ലാ വർഷവും ഒക്കെ അത് ശുചീകരണ പ്രവർത്തനമൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, ഇതിങ്ങനെ ഒറ്റ ടൈമിൽ ചെയ്താൽ പോരാ, അത് ചെയ്ത ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇതിൻ്റെ വിത്തുകളൊക്കെ അടിഭാഗത്ത് കിടക്കുന്നുണ്ടാവുക, അത് വീണ്ടും മുളച്ചു പൊങ്ങും.
ഇതിങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ചില വാർത്തകളിൽ കേൾക്കുന്നത് ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി, ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സ്ഥിരം കേൾക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ശാശ്വതമായൊരു പരിഹാരം വേണം. ഇനി ഒരു വെള്ളപ്പൊക്കം താങ്ങാനുള്ള ശക്തി ഇവിടെയുള്ള നാട്ടുകാർക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ളത് സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഈ ഷട്ടർ വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയില ഞങ്ങൾ നിന്നോന്നേ, അതിന്റെ പണിയും പകുതി വെച്ച് നിന്നോർക്കുക. ഈ വർഷക്കാലം ഞങ്ങൾക്ക് ഇനി ഒരു ദുരിതം അനുഭവിക്കാനുള്ള ഒരു ശക്തി ഇല്ല. അതിന് വേണ്ട ഒരു പരിഹാരം സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഈ ഓരോ മഴക്കാലമാകുമ്പോൾ ടെൻഷനാണ്, വളരെ ടെൻഷനാ. ഞങ്ങൾ 2012 അനുഭവിച്ച ആ ദുരന്തത്തിന്റെ ഇത് ഇപ്പോഴും വീതി മാറിയിട്ടില്ല ഞങ്ങളെ മനസ്സിൽ നിന്ന്. അപ്പൊ ഒരു മഴക്കാലം വരുമ്പോൾ ഈ ഭാഗത്തുള്ള ഒരു 500 വീട്ടുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാ. അപ്പൊ അതിനു വേണ്ടി ഒരു പരിഹാരം ചെയ്തു തരണം എന്നുള്ള ഞങ്ങളെ അഭ്യർത്ഥന. സമീപ പ്രദേശിയാണ്, ഒപ്പം നല്ല ഒരു കർഷകരുമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഈ കിടന്നുറങ്ങുമ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? സമാധാനമായിട്ട് ഉറങ്ങാറില്ല. കഴിഞ്ഞ വർഷം ഒരു മാസം ഞങ്ങൾ പുറത്ത് താമസിച്ചത്. കഴിഞ്ഞ വർഷം ഈ ചെറിയ വെള്ളം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പൊട്ടിയില്ലേ? അപ്പോ അതേപോലെ ഈ കൊല്ലം പൊട്ടാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുക, മാറിപ്പോകാൻ വേണ്ടി. ഇവിടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇത് വേഗം പെട്ടെന്ന് പണി കഴിച്ചു തരണം. ഈ കോൺട്രാക്ടർമാര് ഇത് ഇപ്പൊ ലാസ്റ്റാണ് പറഞ്ഞത്, ഫൈബറിന്റെ ഷട്ടർ പറ്റില്ലാന്ന്. ഈ കോൺട്രാക്ടർ അവരിപ്പോ ലാസ്റ്റാ പറഞ്ഞത്, ഇപ്പൊ ഈ വെള്ളം വന്ന സമയത്താ പറഞ്ഞത്. അപ്പോഴാണ് കളക്ടറേറ്റ് മീറ്റിംഗ് കൂടിയത്. ഫൈബറിന്റെ ഷട്ടറിന് ബദൽ ഇരുമ്പിന്റെ ഷട്ടർ പണിയാന്ന് പറഞ്ഞിട്ടൊന്നും പറയണത് വിശദമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടാണ്. നിലവിൽ ചണ്ടികൾ എല്ലാ വർഷവും നീക്കം ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു കൃത്യതയായിട്ടാണോ ചെയ്യാറ്? കൃത്യതയായിട്ട് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ പ്രദേശം മൊത്തം, അതായത് ഒരു 3.5 മാസത്തോളം കുട്ടികളൊക്കെ ക്യാമ്പിലായിരുന്നു, ജനങ്ങളൊക്കെ ക്യാമ്പിലായിരുന്നു. അപ്പോൾ സ്കൂളിൽ ക്യാമ്പിൽ വരുമ്പോൾ എന്താ വെച്ചാൽ അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ല, വീട്ടിലിരിക്കലായിരുന്നു കുട്ടികൾ. അല്ല, അവിടെ ക്യാമ്പിൽ തന്നെ. അപ്പോൾ സ്കൂളില്ല. അപ്പൊ അങ്ങനെയാണ് 3.5 മാസത്തോളം. ഇത് ശ്രദ്ധയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യ, മുന്നത്തെ കളക്ടർ ഉണ്ടായിരുന്നു, അർജുൻ പാണ്ഡ്യരെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിളിക്കുകയും ഞങ്ങൾ ഇതെല്ലാം കൂടി ആളെ പോയി കണ്ട് സംസാരിക്കുകയുണ്ടായി. അന്നെല്ലാം നമുക്ക് സംരക്ഷണം ആൾ പറഞ്ഞതാണ്. അതായത് എന്ത് ചെയ്യാനായാലും ആൾ ചെയ്ത് അതിന്റെ ഉത്തരവിട്ട് തരാമെന്ന് നമ്മോട് വ്യക്തമായി പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾ മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോഴത്തെ വന്ന പുതിയ കളക്ടർ ഇതിൽ ശ്രദ്ധ ഊന്നി ഇതിന് വേണ്ട കാര്യങ്ങൾ കളക്ടർ ചെയ്തു വെച്ച കാര്യം ഒന്ന് പിന്തുടർന്ന് തന്നാൽ ഈ കാര്യം ഭംഗിയായിട്ട് പോകുന്നതാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അതായത് 3.5 മാസത്തോളം കുട്ടികൾ പഠിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഇനി വരരുത്. കാരണം പുതിയ തലമുറയ്ക്ക് ഒരു ക്യാമ്പാണ് 2 സ്കൂൾ. അതായത് നമ്മുടെ ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട് പെരുമ്പളിശ്ശേരി, അതുകൂടാതെ JBS ഹൈസ്കൂൾ, LP സ്കൂള്. അവിടെ 2 ക്യാമ്പ് ഇവിടെ 2 സ്ഥലത്താണ് പ്രവർത്തിക്കാറ്. അത് 3.5 മാസം സ്കൂളില്ലാതെ പിള്ളേര് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ, അല്ല ക്യാമ്പിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനൊരു ശാശ്വത പരിഹാരം. പിന്നെ കൂടാതെ ഈ ഭാഗങ്ങൾ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം. ആ വെള്ളക്കെട്ട് മാറണമെങ്കിൽ ഈ പുല്ല് കറക്റ്റായിട്ട് ഈ പുല്ലും ഇതുപോലെ കാര്യങ്ങൾ വൃത്തിയാക്കി ഷട്ടറിട്ട് ഇത് പല സ്ഥലങ്ങളിലും പുല്ല് നീക്കം ചെയ്യണം, ഒപ്പം തന്നെ ഇതിന്റെ ആഴം വർദ്ധിപ്പിക്കണം. അപ്പോ വെള്ളം നിൽക്കും കറക്റ്റ് ഒരു ഇതായിട്ട്. ഇങ്ങനെ ഒഴുകി പോകണ കറക്റ്റ് പുല്ല് മാറ്റിയാൽ ഒഴുകി പോവും ചെയ്യും. പിന്നെ നമ്മൾ ഇതുള്ളത് ഇതിങ്ങനെ പോകുന്നത് നമ്മള് പാർളം പഞ്ചായത്തിൽ വരുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു മണ്ണിട്ട് അടച്ചിട്ടുണ്ട്. മീൻ വളർത്തൽ 2 സ്ഥലത്തുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് മീൻ വളർത്തൽ, അതിന് പേര് കെട്ടിയടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാർലത്തും ഉണ്ട്. അതായത് സ്വകാര്യ വ്യക്തികളല്ല, പടവ് കമ്മിറ്റി 2 പടവ്. അത് നമ്മൾ പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അത് പറ്റില്ല, കെട്ടിയടക്കാനും പാടില്ല, അത് തുറന്ന് കളയണം. അവിടുത്തെ മണ്ണ് ഇതായിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ശക്തമായിട്ട് പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രദേശവാസിയാണ്. ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ സമാനമായ വിഷയമാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആ അധ്യായം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അധികാരികൾ വന്ന് ഇതിന്റെ ഈ ചണ്ടിയൊക്കെ നീക്കം ചെയ്യാൻ ഒരു നടപടിയെങ്കിലും എടുക്കാൻ സാധിച്ചത്. പിന്നീട് എന്താ ഉണ്ടായത്? അതായത് എല്ലാ കൊല്ലം ചണ്ടി നീക്കാറുണ്ട്. ഈ ചണ്ടി നീക്കുമ്പോ ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ പറയും, ഈ ചണ്ടി നീക്കിയതിനു ശേഷം ഈ ചണ്ടി കുറച്ച് ബാക്കി വെച്ചിട്ട് അവർ പോവുക. അപ്പൊ ഈ ചണ്ടി പിന്നീട് വളർച്ചയാവും. അപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും അടുത്ത കൊല്ലം സ്റ്റോക്കാവും. അപ്പോൾ ഞങ്ങൾ പറയും ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് കളയാനുള്ള സംവിധാനം ചെയ്യുക. പിന്നെ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ത്രിതല പഞ്ചായത്തും കേരള ഗവൺമെൻറ് ഇത് മുൻകൈ എടുക്കണം, ഇറിഗേഷനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പറഞ്ഞിട്ടില്ല, ഇത് ചണ്ടി വളർന്നുകൊണ്ടും ഇതിപ്പോൾ ചണ്ടി നീക്കാതിരുന്നുകൊണ്ട് എന്താ വെച്ചാൽ ഇവിടെ കൊതുകുകൾ വർദ്ധിക്കുന്നുണ്ട്, കീടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രോഗങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഉണ്ട്. മനസ്സിലായി.
ഇവിടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. 2018 19 ഉണ്ടായി, 21 ഉണ്ടായി. ഏറ്റവും കൂടുതൽ ബാധിച്ചത് 2018. അത് പിന്നെ എല്ലാ ഓൾ കേരളയിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. പക്ഷേ ഇതിപ്പോൾ നിത്യസംഭവമായി. എല്ലാ കൊല്ലം ഇവിടെ വെള്ളം പൊങ്ങണം. ഇവിടെ വെള്ളം പൊങ്ങുന്നതുകൊണ്ട് എന്താ വെച്ചാൽ ചേർപ്പ് പഞ്ചായത്തിലുള്ളവർക്കും ചാഴ് പഞ്ചായത്തിലുള്ള കുറേ വീട്ടുകാർ അവിടുന്ന് മാറിപ്പോകുന്ന ഒരു ഗതികേടാണ് വരുന്നത്. കുറേ പേർക്ക് സ്കൂളിൽ ശരണം പ്രാപിക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. എല്ലാ വർഷവും ഇങ്ങനെ തുടരുവാണ്. അതെ, ശാശ്വത പരിഹാരം ഉണ്ടാവണം. ഇല്ലാത്തടത്തെ കാലം ഇത് ഇങ്ങനെ തന്നെ. അതിനിടയ്ക്ക് ഒരു ഷട്ടർ വന്ന്, ഷട്ടർ ഫൈബർ ഷട്ടർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയർമാർ, ഞാനൊരു എഞ്ചിനീയറാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഷട്ടർ വന്നപ്പോൾ ഇത് പണി തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ പണിയാണ് ഷട്ടർ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഈ ഫൈബർ ഷട്ടർ പണിത് സ്ട്രോങ് അല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ഇവിടുത്തെ ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയറോ മറ്റു എഞ്ചിനീയറോ എന്നറിയില്ല വന്നിട്ട് പറഞ്ഞു ഈ ഫൈബർ ഷട്ടർ ശരിയാവില്ല, സ്റ്റീൽ ഷട്ടർ പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺട്രാക്ടറെ സമീപിച്ചു. കോൺട്രാക്ടർ പറഞ്ഞു ഞങ്ങൾക്കിത് 46 ലക്ഷം റുപ്യേന് ഞങ്ങൾക്കുള്ളൂ, പക്ഷേ ഇതുകൊണ്ട് ആവുന്നില്ല, ഞങ്ങൾക്ക് മുതലാവില്ല. അപ്പം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് റീ ടെൻഡർ വേണമെന്ന് പറഞ്ഞു. കിടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു ഈ റീ ടെൻഡർ വരുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇത് ആദ്യം അവർ തീരുമാനം എടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഇനി എന്താ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇനി റീ ടെൻഡർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് വെള്ളം കയറും എന്ന് വെച്ചാൽ അതിന് കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല. അതാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു വേറെ ഗവൺമെന്റ് വന്നു. മനസ്സിലായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ത്രിതല പഞ്ചായത്തും കേരള ഗവൺമെന്റും ഒരുമിച്ച് സഹകരിച്ച് ചെയ്യണം. നാട്ടുകാരെ പിന്നെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ടും അവരിൽ നിന്ന് കിട്ടണം. മനസ്സിലായി. ഏകദേശം ഒരു 35 കൊല്ലമായിട്ടുണ്ടാവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ചെളി, ഈ പ്രളയത്തിന് ശേഷം വന്നിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയും മണ്ണും ഒക്കെ ഈ ഇതിലുണ്ട്. ഇല്ല, ഈ 35 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഇവിടെ വഞ്ചിക്കുക ആളുകൾ ഈ മണ്ണൊക്കെ എടുത്തിട്ട് അത് നമ്മളുടെ ഗവൺമെന്റ് ത്രിതല സംവിധാനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ വിൽപ്പന നടത്താനും അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന രീതിയിൽ അത് കൊണ്ട് പറമ്പുകളിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ എന്ന് പറയണത് ആധുനിക സംവിധാനങ്ങൾ, ഇപ്പൊ ഹിറ്റാച്ചി JCB പോലുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ പോലും ഇതിനു വേണ്ടി സംവിധാനം ഇതിന്റെ ആരാണോ ഭരിക്കണത്, കോൺഗ്രസ് ആണോ ഇടതുപക്ഷമാണോ അത് നോക്കിയിട്ടല്ലാണ്. ഈ കാലാകാലങ്ങളായിട്ട് ഈ KLDC പോലുള്ള അല്ലെങ്കിൽ മൈനർ നമ്മൾ KLDCയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് മേജർ ഇറിഗേഷൻ ആണ്, ഇറിഗേഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ മൈനർ ഇറിഗേഷൻ ആണ്. ഇവരിങ്ങനെ നമ്മളെ ജനപ്രതിനിധികളെ പോലും തട്ടിക്കളിക്കുന്ന സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇത് ഈ 10-35 കൊല്ലമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ വെള്ളം സ്റ്റോറേജ് ഇല്ല. ഇത് ഈ ഒരു സമയത്തല്ലല്ലോ, ഇതിന് യഥാർത്ഥത്തിൽ മഴക്കാലത്തിനുള്ള പൂർവ്വകാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഇത് ഉൾപ്പെടുത്തേണ്ടതല്ലേ? ഇതിനൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇതിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അവരത് ചെയ്യാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അവർക്ക് ശമ്പളം മേടിച്ച് മാത്രം വെള്ളം കയറുമ്പോൾ ഇവരൊക്കെ വന്ന് നോക്കാറുണ്ടോ? അവര് വരും, ആ വാർത്ത ആ സംവിധാനത്ത് വരുമ്പോ ഇപ്പോ മറ്റുള്ള മാധ്യമങ്ങൾ അതുപോലെ തന്നെ നേതാക്കന്മാര് രാഷ്ട്രീയക്കാർ ഇപ്പൊ കഴിഞ്ഞ ഇതിൽ തന്നെ കുറെ ആളുകൾ ഇവിടെ വന്നിട്ട് കുറെ ഓഫറുകളൊക്കെ നടത്തിപ്പോയതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തുതരാം അങ്ങനെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ പറയണത്. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് ഇവിടുത്തെ ഭരണ സംവിധാനവും ഭരണകൂടം ഒരുമിച്ച് നിന്ന് ചെയ്യണം. ഞങ്ങൾ ചേർപ്പ് പഞ്ചായത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ കാര്യത്തില് അന്നു മുതൽ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കർഷകനാണ്. എൻ്റെ ഒരു പ്രകാശൻ. ഞാനൊരു 2500-3000 വാഴ വയ്ക്കുന്ന ആളാണ്. എല്ലാ കൊല്ലം വെള്ളം വന്ന് പോണ സംഭവമാണ്. ഇവര് എല്ലാം വന്ന് പോയത് നശിച്ചതിന് ശേഷം എല്ലാവരും വന്ന് അത് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്കതല്ല ആവശ്യം. നമുക്കിത് വരുന്നതിന് മുന്നേ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കനാല് തൊട്ട് ഏനാമ വരെ ഈ കനാല് പുഴ എന്ന് പറഞ്ഞ ചെളി വാരും ഈ ചണ്ടി മാറ്റി സംരക്ഷിക്കുക എല്ലാ കൊല്ലം പറയാം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന നമ്മുടെ കളക്ടറേറ്റിൽ നിന്ന് വന്ന മേഡത്തിനോട് ഞാൻ പറഞ്ഞാണ് ഇവരിതൊക്കെ കേട്ട് പോകാന്നല്ലത് ഒന്നും ചെയ്യാറില്ല. നമുക്ക് വേണ്ടത് നമുക്ക് അപകടം പറ്റുന്നതിന് മുൻകൂട്ടി പരിഹരിക്കുക എന്നുള്ളതാണ്. അത് ആരും ഇവിടെ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ വെല്ലുവിളിക്കുന്നോട് ഇവിടെ 5 കൊല്ലം കൊടുക്കണ കാശ് കോൺട്രാക്ടർക്ക് ചണ്ടി വാരം കൊടുക്കണ കാശ് 3 കൊല്ലം തന്നാൽ ഈ 5 കൊല്ലം ഈ പുഴയിൽ ഒരു ചണ്ടി പോലും ഞാൻ ഉണ്ടാക്കി തരില്ല. അങ്ങനെ അവസ്ഥ വരില്ല. അന്ന് എനിക്ക് തരില്ല. ഇതൊരു ലോബി ഉണ്ട്, അവർക്ക് മാത്രമേ കൊടുക്കൂ. അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളുള്ളൂ.
അല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. ഏതൊരു പ്രതിസന്ധി വന്നാലും ഏതൊരു പ്രശ്നം വന്നാലും ആദ്യം ചെയ്യേണ്ടത് ആ പരിസരവാസികളുടെ അഭിപ്രായം തേടുക എന്നതാണ്. കാരണം ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ഇവർക്ക് ഇതിന്റെ കൃത്യമായ ആ പൾസ് അറിയാൻ പറ്റും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാവുന്നതെന്നെല്ലാം പ്രകാശ് ചേട്ടനല്ലേ, ആ പ്രകാശ് ചേട്ടൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം അത് കേൾക്കുവാനുള്ള ധാരണയെങ്കിലും അധികാരികൾ കാണിക്കണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ, അതായത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടുന്ന് 2 കിലോമീറ്റർ പോളും മേഖലയ്ക്ക് ഞാൻ കിലോമീറ്ററോളം വിരിഞ്ഞു ഒഴുകിയിരുന്ന സ്ഥലമാണ്. ഇപ്പൊ KLDC ഫണ്ട് വന്നു. KLDC വന്നപ്പോൾ ആ ബണ്ടി കൂടെ ഒതുങ്ങി പോകണം. അത് തന്നെ എന്താ അതിന്റെ ഇടയിൽ പാലങ്ങൾ വന്നു. ആ പാലങ്ങൾ നിലമ്പതി പാലങ്ങളെ പണിതത്, ഹൈറ്റുള്ള പാലല്ല. ഈ ചണ്ടി വന്നിട്ട് ഇതിൽ ജാമാവും, ബ്ലോക്ക് ആവും. എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ട് കറളം ഭാഗം അവിടെ 2-3 അടി വെള്ളം അവിടെ ബണ്ടില്ലാത്ത സ്ഥലം ഉയരാറുണ്ട്. അപ്പൊ അവിടെ കയറുന്നില്ല. പക്ഷെ ഞങ്ങളെ പിടിച്ച് എന്താ കാരണം വെച്ചാൽ ഇവിടെ ബ്ലോക്കല്ല. ഇപ്പൊ ഈ ഷട്ടർ ഇട്ട് ബ്ലോക്ക് ചെയ്താൽ ഞങ്ങളെ സൈഡൊക്കെ പൊട്ടി വേറൊരു കനാലുണ്ടാവും. ഇതൊരു കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ഷട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്ഥിരം അടച്ചിട്ടാൽ കരുനപ്പുഴ ചുറ്റുവേലി തൊട്ട് കരുപ്പടം ചിറയ്ക്ക വരെയുള്ള ഭാഗം കംപ്ലീറ്റ് തള്ളി വേറൊരു പുഴയാവും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് അടക്കമുള്ള നേതൃത്വ നിരയെല്ലാം ഇവിടെയുള്ള അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓരോ മഴക്കാലത്ത് ഓടി നടന്ന് ക്യാമ്പുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സജീവമായി പ്രവർത്തിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയത്തിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കളക്ടറേറ്റിലേക്ക് കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ലാന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ ഇതിങ്ങനെ തട്ടിക്കളിക്കേണ്ട കാര്യമാണോ? ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് സാഹചര്യം ഒരുക്കേണ്ടത് അധികാരികളല്ലേ? തീർച്ചയായും. നമ്മൾ ഡിസംബർ 27-ാം തീയതിയാണ് പുതിയ ഭരണസമിതി കേരളത്തിലെ എല്ലായിടത്തും പഞ്ചായത്തുകളിൽ വന്നത്. നമ്മൾ ജനുവരി മാസത്തിൽ അന്നത്തെ കളക്ടറെ കണ്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്നുവെച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞമാതിരി തന്നെ കഴിഞ്ഞ വർഷം അതിന്റെ ദുരിതം അനുഭവിച്ച ഒത്തിരി ആളുകൾ, ഈ പ്രദേശവാസികൾ, അതുമാതിരി തന്നെ 3 മാസത്തോളം സ്കൂളുകൾ അടച്ചിടേണ്ടി വന്ന 2 സ്കൂളുകൾ നമ്മുടെ ചേർപ്പ് പഞ്ചായത്തിലുണ്ടായി. അപ്പോൾ ഒത്തിരി ദുരിതം വന്നുകൊണ്ട് നമ്മൾ കളക്ടറെ കണ്ടു. വളരെ അനുഭാവപൂർവ്വമായി കളക്ടർ അതിൽ ഇടപെട്ടു. കളക്ടർ വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കളക്ടർ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് കത്ത് തന്നു. KLDCക്ക് കത്ത് കൊടുത്തു. മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ ഇവർക്കൊക്കെ കത്ത് കൊടുത്തു. നിർഭാഗ്യവശാൽ നമ്മുടെ ജനപ്രിയനായ കളക്ടർ ഇവിടുന്ന് മാറിപ്പോയി. അതിനുശേഷം വീണ്ടും നമ്മൾ വന്ന കളക്ടർ ഈ മാസം കഴിഞ്ഞ മാസം മെയ് മാസം 2-ാം തീയതി നമ്മൾ കളക്ടറെ പോയി കണ്ടു. കളക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം വർക്ക് എടുത്ത 46 ലക്ഷം രൂപ വർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല, ഷട്ടറിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. കൂടാതെ ചണ്ടിയും കുളവാടുകളും നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം കളക്ടറെ കാണുന്നതിന് മുമ്പ് ഈ മേജർ ഇറിഗേഷന്റെ ആയിട്ട് സംസാരിച്ചു. അതിനുശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് സംസാരിച്ചു. ആൾ പറഞ്ഞത് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇത് മുഴുവൻ ചെയ്തു തരാമെന്നാണ് ഞങ്ങളോട് ഏപ്രിൽ മാസത്തിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് അത് ചെയ്യാത്തതിന്റെ ഇതിലാണ് ഞങ്ങൾ മെയ് മാസം കണ്ട് പറഞ്ഞ് KLDC ആയിട്ട് ഇടപെട്ടു. എല്ലാ വിഭാഗം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് നിവൃത്തിയില്ലാണ്ടാണ് ഞാനും നമ്മുടെ മറ്റേ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളെല്ലാവരും കൂടി പോയി കളക്ടറെ കണ്ടപ്പോൾ കളക്ടർ 15 ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിന്റെ ഉത്തരവാദിത്തം JD നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആളെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ മഴക്കാലം ഇങ്ങനെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. മഴ നാളെ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ സാഹചര്യങ്ങൾ 2018 തൊട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രവചനാതീതമാണ്. 2018-ഉം 19-എല്ലാം സമാനമായ രീതിയിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടായി. ഒരു പക്ഷേ ഈ കാലവും എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് വീണ്ടും 2019-ലൊക്കെ സംഭവിച്ച പോലെ ആളുകളുടെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് അത് വലിയൊരു തലവേദനയാവില്ല? തീർച്ചയായും പഞ്ചായത്തിന് അത് വലിയൊരു തലവേദനയാണ്. പക്ഷെ അതില്ലാതിരിക്കാൻ വേണ്ടി ചേർപ്പിനെ മാത്രമല്ല ബാധിക്കുന്നത്, ചാഴൂർ പഞ്ചായത്തിനും ചേർപ്പ് പഞ്ചായത്തിനും ഒക്കെ ബാധിക്കും. പക്ഷെ നമ്മൾ ജനുവരി ആദ്യം തന്നെ നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോയതാണ്. നമ്മുടെ പഞ്ചായത്ത് 2 ലക്ഷം രൂപ ഈ ചണ്ടി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ മണ്ണുത്തിയിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള AIനെ കൊണ്ടുവന്ന് ചെയ്തപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചണ്ടി മാറ്റി കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ ചണ്ടി മുഴുവൻ വരുന്നത് വീണ്ടും അവിടേക്ക് വരണേ, അതുകൊണ്ട് ഉപകാരമില്ല. അപ്പൊ ആ കാരണം കൊണ്ടാണ് ഞങ്ങൾ അടിയന്തരമായി വീണ്ടും കളക്ടർ പോയി കണ്ടത്. കളക്ടർ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചണ്ടി മാറ്റി തരണം,
KLDC കൊണ്ട് ആഴം കൂട്ടണം. അതുമാതിരി മാത്രമല്ല ചേനം തരിശുപടവില് അത് അവിടെ ബണ്ട് ഉയർത്തി കെട്ടിക്കുക. അവിടെ കാലങ്ങളായിട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങള് കഴിഞ്ഞ കളക്ടർ പോയ സമയത്ത് പറഞ്ഞപ്പോ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. മത്സ്യകൃഷി പാടില്ല എന്ന് പറഞ്ഞിട്ട് നിരോധിച്ച് ഇവർ 2 കൂട്ടരെ അറിയിച്ചിട്ടുണ്ട്. 2 തരിശുപടവുകളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള. പഞ്ചായത്തിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടാവും? തീർച്ചയായും അത് അവര് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അവരെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല് വെള്ളം അവര് ബണ്ട് ഉയർത്തി കെട്ടിക്കണം. അപ്പൊ ഈ വെള്ളം സുഖമായി പോകില്ല. വെള്ളം അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കഴകൾ തുറക്കാറില്ല. ഈ കഴകൾ തുറന്ന് ഇവിടുന്ന് തുറന്ന് മറ്റേ അതിനുശേഷം വരുന്ന മറ്റു പഞ്ചായത്തുകൾക്ക് പോയിട്ട് വേണം അത് ഇവിടെ ചേരാനായിട്ട് ചേറ്റുപോലെ എത്തേണ്ട കാര്യമുണ്ട്. അപ്പൊ അതും ഈ പ്രാവശ്യം ഇവർ ചെയ്തിട്ടില്ല. അപ്പൊ കളക്ടർ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നിമിഷം വരെ കളക്ടർ ഇടപെട്ടില്ല. പ്രശ്നമുണ്ടാവും. തീർച്ചയായും കളക്ടറോട് ഇവിടെ വരുന്ന സന്ദർശിക്കണം എന്ന് ആവശ്യപ്പെട്ട് ചെയ്തിട്ടില്ല. അത് കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇവിടെ എത്തണം. വീണ്ടും നമ്മൾ ഇന്ന് നാളെ ഈ ദിവസങ്ങളിൽ കളക്ടർ വീണ്ടും കാണും. ഇവിടെ സന്ദർശിച്ച് അടിയന്തരമായിട്ട് ഇത് ഉള്ള നടപടികൾ തീർത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് മാറ്റിയാൽ മാത്രമാണ് ഇവിടുത്തെ പ്രദേശവാസികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് അവരുടെ കൂടെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ്. അവരുടെ കൂടെ ഞങ്ങൾ 24 മണിക്കൂർ into 7 രീതിയിൽ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ട്. എന്താണ് അവസ്ഥ? അവസ്ഥ ഇതിന്റെ കണ്ടീഷൻ ഇവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞ ആ കണ്ടീഷൻ തന്നെയാണ്. ഇതിപ്പോ എല്ലാ കൊല്ലം ഞാൻ കാണുന്നുണ്ട്. ഞാൻ അപ്പുറത്തെയാണ്, അവിടുന്ന് വന്നതാണ്. ഞങ്ങൾ എല്ലാ കൊല്ലം വന്ന് ഇത് കാണും. ഇത് കഴിഞ്ഞാൽ തള്ളിപ്പോയി. ഇത് പണിയുണ്ട്. ഇത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യുന്ന അലംഭാവം എന്ന് മനസ്സിലായില്ല. ഇപ്പൊ കളക്ടർ മാറിപ്പോയി വേറെ കളക്ടർ വന്നു. ഇതിങ്ങനെ മാറി മാറി കളിക്കുക എല്ലാം കൊണ്ടും പബ്ലിക്കിന് തലയിലിടും. ഇത് ഞാൻ അത്ര പറയുള്ളൂ. ഇത് പബ്ലിക് ഇത് ഗവൺമെന്റ് അവിടുത്തെ അനാസ്ഥകളാണ് വർക്കേഴ്സിന്റെ. വേറെ അതിൽ ഒന്നും പറയാൻ ഞാനാളല്ല. ഇവർ ചെയ്യുന്നത് ഇങ്ങനെ സ്ലോ മോഷനാണ്. എല്ലാം സ്ലോ മോഷനാണ്. പ്രതിസന്ധി അതായത് നമ്മുടെ മുൻപില് ഒരു അപകടം പതിയിരിക്കുമ്പോൾ ആ അപകടത്തിനെ അതിന്റെ ആ അവസ്ഥ മാറ്റി ജനത്തിന് സുരക്ഷിതത്വം ഒരുക്കേണ്ടതാണ് അധികാരികൾ ചെയ്യേണ്ട ആദ്യത്തെ കർത്തവ്യം. പക്ഷെ ഇത് കാലങ്ങളായിട്ട് ഇവിടെ ചെയ്യാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇവിടെ ബണ്ട് ആദ്യം തള്ളിപ്പോയപ്പോൾ ഇതിന് പ്രൊട്ടക്ഷനായിട്ട് അപ്പുറത്ത് ഒരു ബണ്ട് വന്നു. എന്നിട്ട് ഇവരിത് കൊട്ടേഷൻ കൊടുത്തിട്ട് ഇപ്പൊ ഈ ഷട്ടർ രീതിയിൽ വന്നത്. അപ്പൊ ആ ഷട്ടർ അവർ പണിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിന്റെ JCB കൊണ്ട് ഇപ്പൊ ഞങ്ങൾ പണിത അതും കൂടെ അപകടാവസ്ഥയിലാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് തള്ളിപ്പോവും. പിന്നെ ഇവിടുത്തെ ഈ ചണ്ടി ഇങ്ങനെ തള്ളി ഈ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതിന്റെ പേരിൽ ഇഴജന്തുക്കളുടെ വേറൊരു കാര്യം, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വലിയ വലിയ പാമ്പുകളൊക്കെ ഇവിടെ കാണാറുണ്ട്. മലമ്പാമ്പ് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വളരെ നാൾ കൊണ്ട് ഞങ്ങളെല്ലാവരും ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഇന്ന് വരെ യാതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും ഈ മഴക്കാലം വരുന്നതിനേക്കാൾ മുൻപ് ഇതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും അഭിപ്രായം. ഇത് വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മൾ മുമ്പും മെമ്പറായിരുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ക്ലിയർ ആയി വരുന്നുണ്ടായിരുന്നില്ല. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം കളക്ടർക്ക് ലെറ്റർ കൊടുത്തതും. ഈ പറഞ്ഞ മാതിരി ചേർപ്പ് പ്രസിഡന്റ് നമ്മൾ നേരത്തെ കിലയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളക്കെട്ടാണ് രൂക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ താലൂക്ക് സഭയിൽ പോയപ്പോൾ അവിടെയും ഇത് തന്നെയാണ് ഞങ്ങൾ മെയിനായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്, വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ MLA വന്നിട്ടുണ്ട്. MLAയോട് കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി സംസാരിച്ചു. അതുപോലെ തന്നെ കളക്ടറുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ക്ലീൻ ചെയ്യാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി അധികാരികൾ ഇടപെട്ടേ മതിയാവും. കാരണം ഒരു മഴക്കാലത്തിന് ഓരോ മഴക്കാലത്തും ഈ പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയോടുകൂടിയാണ് അവരുടെ വീടുകളിൽ കഴിയുന്നത്. ഈ ചണ്ടിയും കുളവാഴിയും ഒന്നും നീക്കം ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പദ്ധതികൾക്ക് അല്പം സാവകാശമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വെള്ളം ഒഴുകി പോവുകയില്ല. അതെല്ലാം ഈ പ്രദേശത്ത് തന്നെ കെട്ടിക്കിറങ്ങി മിക്കവാറും ഈ ഭാഗങ്ങളൊക്കെ തന്നെ 2018-19 ഒക്കെ സമാനമായി സംഭവിച്ച പോലെയൊക്കെ തന്നെ വെള്ളം കയറാം. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടക്കം കുറിക്കാം. ഏതൊരു പദ്ധതിയാണെങ്കിലും ആ പ്രദേശത്തിന്റെ പ്രദേശവാസികളുടെ ആവശ്യം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അധികാരികൾ സ്ഥലത്തെത്തി ഒരു പരിശോധന നടത്തി അതിന്റെ നടപടികളിലേക്ക് ദ്രുതഗതിയിൽ പോയില്ലെങ്കിൽ ചില ആപത്തുകളൊക്കെ പെട്ടെന്ന് സംഭവിക്കും. അത്തരമൊരു സംഭവം ഈ ഹെർബർട്ട് കനാലിന്റെ പരിസരത്തോ ചേർപ്പ് ചാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി അധികാരികൾ ഇടപെട്ടേ മതിയാകൂ. മാനത്ത് മഴക്കാർ ഇരുണ്ടുകൂടുമ്പോൾ ഈ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഭീതി കൂടുക തന്നെ ചെയ്യും. അധികാരികൾ എത്രയും വേഗം ഈ ഒരു കാര്യത്തിൽ ഇടപെടുക തന്നെ വേണം. നാളെ കാണാൻ മറ്റൊരു ജനകീയ വിഷയവുമായി. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിൽ എല്ലായിടത്തും. ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ ജ്വല്ലറി ആൻഡ് ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുകളിൽ നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.
മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർഡ് റോഡ് പൂങ്കുന്നം തൃശൂർ. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി. തൃശൂർ, പാലക്കാട്, കൊച്ചി. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. ആ